ഇനി ഞാൻ വന്നിരിക്കുന്നത് മലായ് കുൽഫിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് സൂപ്പർ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നമ്മൾ കുൽഫി ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നതിലും ടേസ്റ്റിയാണ് ഈ കുൽഫി. അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കി വരാം. കുൽഫി ചെയ്തെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1.5 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കാം. ഇത് ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ക്രീം എടുത്തു മാറ്റാത്ത പാല് വേണം എടുക്കാൻ. അപ്പോഴാണ് കുൽഫിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. ഇനി ഈ പാലൊന്ന് നല്ലോണം തിളച്ച് വരട്ടെ. ഇവിടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചേർക്കുമ്പോഴേ കുൽഫിക്ക് നല്ലൊരു കളറും കിട്ടും, അതുപോലെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഈ പാല് പകുതി ഭാഗത്തോളം ഒന്ന് വറ്റിച്ചെടുക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. അതുപോലെ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ പാടെ ഇളക്കിയിട്ട് പാലിലേക്ക് തന്നെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ പാല് കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിസ്തയുണ്ടെങ്കിൽ പിസ്തയും ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ ബദാം. ഇനി ഇത് ഇളക്കി ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ പാലിവിടെ 1/4 ഭാഗത്തോളം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാൻ ഏകദേശം 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർക്കുക. ഇനി ഇതൊരു 5 മിനിറ്റ് കൂടെ ഒന്ന് തിളക്കട്ടെ. പാല് നമ്മൾ സ്പൂൺ കൊണ്ട് എടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു ചെറിയ ലെയർ പോലെ സ്പൂണിൽ വരണം. ഇത് കറക്റ്റ് പരുവാണ്. ആ ടൈം ആകുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കുക. അപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് കുൽഫി ചെയ്തെടുക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ചൂടാറി വന്നിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കുൽഫി ട്രേ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലൊരു പേപ്പർ ഗ്ലാസ്സിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ ഗ്ലാസ്സിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലൊരു കത്തി കൊണ്ട് ചെറുതായിട്ടൊരു കിരുത്തിയിട്ടിട്ട് ഇതിലേക്ക് നമുക്ക് കുൽഫി സ്റ്റിക്കും കൂടെ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്കി എടുക്കാം. അപ്പോൾ ഇത് കട്ടയായി വന്നിട്ടുണ്ട്. കുൽഫി നല്ലോണം തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഈ പേപ്പർ ഗ്ലാസ് ആയതുകൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ എടുത്തു മാറ്റാൻ പറ്റും. അപ്പോൾ കുൽഫി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.